സ്വർണ്ണ കവർച്ചാ കേസിൽ പിടിമുറുക്കി ഇ ഡി. പ്രതികളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ വീടുകളിലാണ് ഇ ഡിയുടെ പരിശോധന. സ്മാർട്ട് ക്രിയേഷൻസിലും ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും റെയ്ഡ്. ഇ ഡിയുടെ ചെന്നൈ, ബാംഗ്ലൂർ യൂണിറ്റുകളാണ് പരിശോധന നടത്തുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. പ്രജിത് മോഹനൻ ചിരികാണ് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഈ സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതികളുടെ വീടുകളിലാണ് ഇ ഡിയുടെ പരിശോധന. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. നിർണായകമായ രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP രാവിലെ 7 മണിയോടെ ആരംഭിച്ച പരിശോധനയാണ്. അത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 21 കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം പേട്ടയിലുള്ള മുൻ ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയായിരുന്ന എൻ വാസുവിൻ്റെ വീട്ടിലാണ്. ഇവിടെയും രാവിലെ 7 മണിയോടെ തന്നെ 2 വാഹനങ്ങളിലായി എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 5 കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലൊക്കെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്താൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് രണ്ടാമത്തെ പരിശോധനയൊക്കെ പുനരാരംഭിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പമാണ് കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധന പുരോഗമിക്കുന്നത്. മറ്റ് യൂണിറ്റുകളും ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായി ഇ ഡി അറിയിക്കുന്നത്. ഒന്ന്, പരിശോധനയിലെ പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒന്നിലധികം വരുന്ന FIR-കളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഇപ്പോഴത്തെ പരിശോധനകളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ശബരിമലയിലെ മറ്റ് സാമ്പത്തിക തിരിമറികളും അതോടൊപ്പം തന്നെ അഴിമതികളുമൊക്കെ അന്വേഷിക്കും എന്നുള്ളത് കൂടി ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ക്ഷേത്രത്തിലെ പൂജകളുമായി ബന്ധപ്പെട്ട ആരാധനകള സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്അപ്രോപ്രിയേഷനുകൾ, സാമ്പത്തിക തിരിമറികൾ കൃത്യമായി ഈ PMLA ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ വരുന്ന അത്തരം തിരിമറികളും അഴിമതികളും എല്ലാം അന്വേഷിക്കും എന്നുള്ളതും ഇ ഡി പറയുന്നുണ്ട്. അതായത് ഇ ഡിയുടെ അന്വേഷണം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പാളികളുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ശബരിമലയിലെ മറ്റ് തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളുമെല്ലാം അന്വേഷിക്കുന്നുണ്ട് ഇ ഡി എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇ ഡി ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ തുടങ്ങിയിട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. എത്ര നേരം ഈ പരിശോധനകൾ നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തത പറയാൻ കഴിയില്ല. എല്ലായിടങ്ങളിലും വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടങ്ങുകയാണ്. വനിതാ ഉദ്യോഗസ്ഥരടക്കം പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ CRPF അടക്കമുള്ള സേനാ വിഭാഗങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചെയ്യുകയാണ്. ജിജീഷ്, ഒരേ സമയത്താണ് ഈ പ്രതികളുടെ വീടുകളിൽ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. അവിടുത്തെ പരിശോധനകൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? എറണാകുളം ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. ഒന്ന് അങ്കമാലിയിലും മറ്റൊന്ന് കാക്കനാടുമാണ്. കാക്കനാട് മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയുടെ ഫ്ളാറ്റിലാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ആകെ 21 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. ഇതിൽ 2 സ്ഥലങ്ങൾ നിലവിൽ അന്വേഷണ സംഘം ഈ പരിശോധന നടക്കുന്നത് അറസ്റ്റിലായ ആളുകളുടെ മാത്രമല്ല പ്രതികളായ മുഴുവൻ പേരുടെയും വീടുകൾ, അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഫ്ളാറ്റുകൾ എല്ലാം തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. നേരത്തെ SITക്ക് ലഭിക്കാത്ത രേഖകൾ അല്ലെങ്കിൽ SIT കണ്ടെത്താത്ത രേഖകൾ തേടിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ വലിയ തോതിൽ ഈ ഒരു ഇടപാടിലൂടെ, സ്വർണ്ണ കവർച്ചയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളിൽ പലരും അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിലെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെല്ലാം എവിടെയെല്ലാമാണ് ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്, ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ എങ്ങനെയെല്ലാമാണ്, മറ്റു ബന്ധുക്കളുടെ പേരിലടക്കം ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് രേഖകൾ മാത്രമല്ല ഈ കവർച്ച നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളികൾ നൽകിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വ്യാജ രേഖകൾ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വ്യാജ രേഖകൾ സൃഷ്ടിക്കുകയോ അതിന്റെ പകർപ്പുകൾ കൈവശം ഇവരിൽ ആരെങ്കിലും വഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിശോധനകൾ. നിലവിൽ ലഭിച്ച മുഴുവൻ രേഖകളുടെയും പരിശോധനകൾ പൂർത്തിയാക്കും. മാത്രമല്ല ഇവരുടെ ഡിജിറ്റൽ ഡിവൈസുകൾ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടത്
കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോണുകളടക്കം പരിശോധിച്ചിരുന്നു. എന്നാൽ അതിനുമപ്പുറം ലാപ്ടോപ്പുകൾ, മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ച് സൈബർ ഫോറൻസിക് പരിശോധനകൾ കൂടി പൂർത്തിയാക്കി ഇവർ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം എന്നിവ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത് അതിലൊന്ന് രേഖകൾ കണ്ടെത്തുക, നിർണായകമായ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികളിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൂടുതൽ ശേഖരിക്കുക, അതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തുക, ഒപ്പം തന്നെ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള വ്യാപക പരിശോധനകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സ്ഥാപനങ്ങളിൽ ഒരേ സമയം നടക്കുന്ന പരിശോധനയിൽ, ഇതുവരെയുള്ള പരിശോധനയിൽ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഈ രേഖകളുടെ ഒരു പരിശോധനകൾ അല്ലെങ്കിൽ അതിന്റെ അവലോകനത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എറണാകുളം ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.